നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം FC ചാമ്പ്യൻസ് ലീഗ് 2 പ്രീ ക്വാർട്ടർ മത്സരത്തിൻ്റെ രണ്ടാം പാദത്തിലും അൽ നസർ വിജയിച്ചിരിക്കുകയാണ്. അർക്കാദാഗിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വിജയിച്ചത്. ആദ്യ പാദവും ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു. അഗ്രിഗേറ്റ് 2-0 വിജയവുമായിട്ട് ACL 2 ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു അൽ നസർ. ഇപ്പോൾ ACL മത്സരങ്ങൾ അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാറില്ല. ഈ മത്സരത്തിനും ക്രിസ്ത്യാനോ ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ ടീം വിജയിച്ചു ചേർന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനോ സ്ട്രൈക്ക് നടത്തിയ മത്സരത്തിലൊക്കെ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും സൂപ്പർ താരങ്ങൾ, വിദേശ താരങ്ങൾ ആദ്യ 11 അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നീഗോ മാർട്ടിൻസ് ഇറങ്ങിയിരുന്നു, ഏഞ്ചലോ ഇറങ്ങിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളവരാണ് ആദ്യ പകുതിയിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാർസലോ ബ്രസോവിച്ചും ജാവോ ഫെലിക്സും കിങ്സ്ലി കോമനും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അൽ നസറിൻ്റെ വിജയ ഗോൾ കളിയുടെ 2ാമത്തെ മിനിറ്റിൽ തന്നെ അബ്ദുറഹ്മാൻ ഗരീബിലൂടെ അവർ നേടിയിരുന്നു. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അൽ ഹംദാനും അബ്ദുറഹ്മാൻ ഗരീബും ഏഞ്ചലോയും മാഡനും ഐമൻ യഹിയയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയിരുന്നത്. ഏതായാലും മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ വിജയിച്ച് കയറി. കളിക്ക് ശേഷം ഓർഗെ ഹീസസിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, ഇപ്പോൾ കളി മുന്നോട്ട് പോവുകയാണല്ലോ, ക്വാർട്ടർ ഫൈനലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു, നിങ്ങൾ സ്ട്രാറ്റജി മാറ്റുമോ? അതായത് ക്രിസ്ത്യാനോ അടക്കമുള്ള പ്രധാന താരങ്ങളെ ഇനി ആദ്യ ലെവലിലേക്കൊക്കെ ഇറക്കുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾ ഏതായാലും ക്വാർട്ടർ ഫൈനലിലേക്ക് ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നാച്ചുറലി ടൂർണമെൻറ്റ് മുന്നോട്ട് പോകും തോറും ടൂർണമെൻറ്റ് കൂടുതൽ ശക്തരായിട്ടുള്ള എതിരാളികളെ നേരിടേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ 3 ദിവസത്തിലും ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇഞ്ചുറീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സസ്പെൻഷൻസ് ഉണ്ട്, ഫാറ്റിഗ് ഉണ്ട്. അറ്റ് ദി റൈറ്റ് ടൈം ഞങ്ങൾ ആ കളിക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചാണ് സ്ട്രാറ്റജി തീരുമാനിക്കുക. അതനുസരിച്ച് ഏത് കളിക്കാരനെ കളിപ്പിക്കണം എന്ന് ഞങ്ങൾ നോക്കും. ഇപ്പോൾ നോക്കുക, തുടർച്ചയായ 7 മത്സരങ്ങളായിട്ട് ഞങ്ങൾ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ടീമിൻ്റെ ഇപ്പോഴത്തെ മുന്നോട്ട് പോക്കിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എന്നുകൂടി ഇപ്പോൾ ഓർഗെ ഹീസസ് പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.